പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടനെ നായകനാക്കിക്കൊണ്ട് 150 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു ചിത്രമാണ് ഈ പറയുന്ന ലൂസിഫർ എമ്പുരാൻ. എന്തൊക്കെയാണെങ്കിലും ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ വളരെ വലിയൊരു ഹൈപ്പിന് ഒടുവിലാണ് ഈ പറയുന്ന ചിത്രം ഇറങ്ങിയത്. അതായത് ബാഹുബലി, പുഷ്പ എന്നീ ബ്രഹ്മാണ്ഡ സിനിമകളുടെ പല കളക്ഷൻ റെക്കോർഡുകളും കേരളത്തിലും അതുപോലുള്ള പല സ്ഥലങ്ങളിലും ഈ പറയുന്ന എമ്പുരാൻ വെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു ഹൈപ്പാണ് ഈ ഒരു സിനിമക്ക് കിട്ടിയത്. പാൻ ഇന്ത്യൻ റിലീസിന് ഇറങ്ങിയ ഒരു സിനിമ, അതുപോലെ തന്നെ ലണ്ടൻ, UK, USA അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും മാർച്ച് 27 റിലീസിന് ഇറങ്ങിയ സിനിമക്ക് ഇപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത പല വ്യക്തികളും ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും സിനിമ ഇറങ്ങിയത് തൊട്ട് പൃഥ്വിരാജിനും ലാലേട്ടനും ഒക്കെ ഉറക്കം പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അടിക്കടി പ്രശ്നങ്ങളാണ്. സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ഹൈപ്പിനൊത്ത ഒരു സ്റ്റോറി ബേസ് ഇല്ല, ലാലേട്ടന് സംഭാഷണങ്ങളില്ല, വെറും 40 മിനിറ്റാണ് ലാലേട്ടൻ സ്ക്രീനിൽ വരുന്നത്. ഫുള്ള് പൃഥ്വിരാജിന്റെ അഴിഞ്ഞാട്ടം, ലാലേട്ടനെ കൊണ്ടുവന്ന് പൃഥ്വിരാജ് പറ്റിച്ചു, നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും വരുന്നുണ്ട്. സ്റ്റോറി ബേസ് എമ്പുരാന്റെ ഈ പറയുന്ന ലൂസിഫറിന്റെ അത്രയും ഈ ഒരു എമ്പുരാൻ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും ഹൈപ്പിനുള്ള ഒരു പടം ഇല്ല എന്നുള്ള രീതിയിൽ ആദ്യം വാർത്തകൾ വന്നെങ്കിൽ പിന്നീട് അത് രാഷ്ട്രീയ മത ചർച്ചകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെയും സാമ്യം വരുന്ന രീതിയിൽ പല കാര്യങ്ങളും ഈ ഒരു എമ്പുരാൻ മൂവിയിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എമ്പുരാൻ സിനിമയെ അനുകൂലിച്ചുകൊണ്ടാണ് പല മന്ത്രിമാരും അതുപോലെ തന്നെ ഈ പറയുന്ന പല മോളിവുഡ് ആക്ടേഴ്സ് ഒക്കെ ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന് തന്നെയാണ് എപ്പോഴും ഇവരെല്ലാവരും പറയുന്നത്. അതും നമുക്ക് യോജിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മുന്നേ നമ്മുടെ ഉണ്ണി മുകുന്ദൻ സിനിമയായിട്ടുള്ള മാർക്കോ ഇറങ്ങിയപ്പോഴും മാർക്കോ സിനിമ കണ്ടുകൊണ്ട് കുട്ടികള് കുത്തും കൊലയും അതുപോലെ തന്നെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ മൂവി ഒരിക്കലും TV-യിൽ ഇത് റിലീസിന് എത്തരുത് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്യാനുണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണാൻ പറ്റാത്ത പല വ്യക്തികളും ഇവിടെ ഈ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പൊ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു മൂവി നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ചിട്ട്, ഇന്ത്യയിൽ നിന്നല്ല, നമുക്ക് എത്ര മാക്സിമം ഈ ഒരു സിനിമയെ വർക്കൗട്ട് ആക്കി എടുക്കാം, അല്ലെങ്കിൽ എത്ര മാക്സിമം ക്വാളിറ്റി ഈ പറയുന്ന സിനിമയിൽ വരുത്താമെന്ന് പൃഥ്വിരാജ് കഠിന പ്രയത്നം ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു സിനിമയിൽ പല കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ലാലേട്ടൻ ഫാൻസ് ആണ്. ലാലേട്ടനെ ഒരുപാട് നേരം സ്ക്രീനിൽ കാണണം, അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളും ആസ്വദിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് അധികം ഇല്ലാത്ത സമയത്ത് കുറെ പേർക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പക്ഷെ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റിയിലാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു മോളിവുഡ് സിനിമ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അതിന്റെ മാക്സിമം പൃഥ്വിരാജ് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലിപ്പോ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മുന്നേ ജീവിച്ചിരുന്ന പല വ്യക്തികളുടെയും പേരുകളും സാമ്യം ഉള്ള രീതിയിലൊക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമയെ ഇല്ലാതാക്കണം എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. സിനിമയെ എപ്പോഴും സിനിമയെ തന്നെ കാണണം. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ സിനിമയിലെ ചില സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ വില്ലന്റെ പേരും അതുപോലെ തന്നെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല സ്ഥാപനങ്ങളുടെയൊക്കെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ സിനിമ റീ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് മുതൽ ഇപ്പോൾ റിലീസിന് വന്നിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കാണാനായിട്ട് പോവുകയാണെങ്കിൽ പല സീനുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടാവില്ല. കാരണം ഈ പറയുന്ന ഇത്രയും വലിയ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് അത് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു റീ എഡിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സിനിമ ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. സിനിമയെ സിനിമയായിട്ട് കാണാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പറയുന്ന എല്ലാവരും. 150 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് വന്നൊരു സിനിമ തന്റെ ഒരു ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 100 കോടിക്ക് മുകളിൽ ആ ഒരു റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. പല റെക്കോർഡുകളും ഭേദിക്കേണ്ട ഒരു സിനിമയായിരുന്നു. ഇത്രയും കേസും കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഒരു ഡിപ്രഷൻ എന്നുള്ള രീതിയിൽ തന്നെ ആയിപ്പോയിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ സംവിധായകനും ലാലേട്ടനും എല്ലാവരും. അവരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു എമ്പുരാൻ മൂവിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. എമ്പുരാൻ മൂവിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്